ഞങ്ങൾ തന്നെ ഇപ്പോൾ വരുന്ന 12-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ശബരിമലയിൽ കൊള്ള നടത്തിയ ആളുകൾക്കാർക്കും അയ്യപ്പൻ ഒരിക്കലും അതിനനുകൂലമായി തീരുമാനിക്കില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ ഓരോ മേഖലകളിലും നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കതെല്ലാം തന്നെ തെളിയിക്കുവാനുള്ള അവസരം ലഭ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിട്ടുള്ള കൊള്ളകൾ ഓരോന്നായി ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലാവധി നീട്ടിക്കൊടുക്കുവാൻ വേണ്ടി ഒരു തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊള്ളകൾ നടത്താൻ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തണം എന്ന് മാത്രമല്ല, അത് മാറ്റി നിർത്തുകയും അവരെ ഇതിൽ പങ്കാളിത്തത്തിൽ നിന്നും ഒഴിവാക്കി മുമ്പോട്ട് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പരിശോധന നടത്തണമെന്നും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ശ്രീ കെ ജയകുമാർ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു എന്നറിയാൻ കഴിഞ്ഞു. ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തി മുമ്പോട്ട് പോകുമ്പോൾ ഒരു സംശയം വേണ്ട, അയ്യപ്പൻ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ കൊഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് ഇപ്പോൾ CPIയിൽ നിന്നും ഒട്ടനവധി ആളുകളാണ് ഞങ്ങളോടൊപ്പം കടന്നു വന്നിട്ടുള്ളത്. CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നുള്ള നിലയിൽ നിരവധി ആളുകൾ ഇന്നിപ്പോൾ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. ക്ഷേമ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നേരത്തെ 2500 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ നൽകും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അത് അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചതല്ല. അത് സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കണം, പൂർണ്ണമായി നടപ്പാക്കണം എന്ന് പറഞ്ഞത് വളച്ചൊടിച്ച് ചില മാധ്യമങ്ങളിൽ വരികയുണ്ടായി. ആ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ചില വർത്തമാനങ്ങളാണ് വന്നത്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു വാർത്ത വന്നത് തന്നെ ഒരു ശരിയായൊരു കാര്യമല്ല എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസം ഉണ്ടല്ലോ എന്നാൽ ഡിസംബർ 13, ആ ഡിസംബർ 13 നമുക്ക് കാണാം. അതിനുശേഷം 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന എന്ത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം ലഭ്യമാകും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ല, അത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ്. അതാത് പ്രദേശത്തുള്ള ആളുകളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ അജണ്ട. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങൾക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്.